പുതിയ സ്കോളർഷിപ്പ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈസ്റ്റ്മാൻ പവർ അപ്പ് എഡ്യൂസ്കിൽ സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, MBA അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പഠിക്കുന്ന ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു സ്കോളർഷിപ്പാണ് ഈസ്റ്റ്മാൻ പവർ അപ്പ് എഡ്യൂസ്കിൽ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അക്കാഡമിക് പഠനത്തിന് വേണ്ടിയല്ല നൽകുന്നത്. ഫൈനൽ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സ്കിൽ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവരുടെ സ്കിൽ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് ഈസ്റ്റ്മാൻ പവർ അപ്പ് എന്ന് പറയുന്ന കമ്പനി, ഈസ്റ്റ്മാൻ ഓട്ടോ ആൻഡ് പവർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി നൽകുന്ന സ്കോളർഷിപ്പാണ് എഡ്യൂസ്കിൽ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. ഇത് ആർക്കൊക്കെ അപേക്ഷിക്കുക എന്നുള്ളതാണ്. കുടുംബ വാർഷിക വരുമാനം 6 ലക്ഷം രൂപയിൽ താഴെയുള്ള എല്ലാ സെമസ്റ്ററിലും ഒരു ബാക്ക് പേപ്പറും ഇല്ലാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബാക്ക് പേപ്പറുകളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. മിനിമം അക്കാഡമിക് സ്കോർ എന്ത് ചെയ്യണം? 6.0 CGP, അതായത് 60% മാർക്ക് വാങ്ങി പാസ്സായിട്ടുള്ള, കുടുംബ വാർഷിക വരുമാനം 6 ലക്ഷം രൂപയിൽ താഴെയുള്ള, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, MBA, PGDM, MBAയിലും PGDM സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ ആണ് മെയിൻ ഫോക്കസ് കൊടുക്കുക. അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഇലക്ട്രോണിക്, ഇലക്ട്രോഫോഴ്സ് ഒക്കെ ഇലക്ട്രോണിക്കൊക്കെ ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ്, അതായത് ഇലക്ട്രിക്കലി, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന, അവരുടെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റുന്ന സ്കോളർഷിപ്പാണ് ഈ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ് എന്ന് പറയുന്നത് കോഴ്സ് റീഇംബേഴ്സ്മെന്റ് ആണ് കൊടുക്കുക. നമ്മൾ കോഴ്സ് ഫീ ഒക്കെ അടിച്ച് നമ്മൾ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? റീഇംബേഴ്സ്മെന്റ് കിട്ടും. അതിൽ 4 ഘട്ടത്തിലൂടെ നമ്മൾ കോഴ്സ് പൂർത്തിയാക്കേണ്ടത്. കോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഏതൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് കോഴ്സ് ചെയ്യുന്നത്? ഉഡ്മി, കൂസറ, അതുപോലെ തന്നെ സ്വയം തുടങ്ങിയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കോഴ്സ് ചെയ്യാം. 4 കോഴ്സുകൾക്കാണ് കിട്ടുക. ആദ്യത്തെ കോഴ്സ് 2000, രണ്ടാമത്തെ 4000, മൂന്നാമത്തെ 6000, 8000. ഈ ഒരു ലെവലിലുള്ള കോഴ്സുകൾക്ക് ടോട്ടൽ 20,000 രൂപയുടെ വർത്ത് വരുന്ന കോഴ്സ്, സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും വെബ്സൈറ്റിൽ നോക്കി പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ അപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. പ്രയോറിറ്റി പെൺകുട്ടികൾക്ക് പ്രയോറിറ്റി ഉണ്ട്, ഡിസബിലിറ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് പ്രയോറിറ്റി ഉണ്ട്, ഓർഫൻസിന് പ്രയോറിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം. പ്രയോറിറ്റി എന്ന് പറഞ്ഞത് അവർക്ക് ഒരു പരിഗണന ഉണ്ടാവും. കൂടുതൽ അപേക്ഷകൾ വരുന്ന സമയത്ത് അവർക്ക് ഒരു സ്പെഷ്യൽ ഇത്ര നമ്പർ ഓഫ് അവർക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് പ്രത്യേക പരിഗണന ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഈ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ കൊടുക്കാൻ പറ്റുന്ന സ്കോളർഷിപ്പാണ്. അവസാന തീയതി ജൂലൈ 31. അപ്പൊ അവസാന തീയതിയിലേക്ക് കാത്തിരിക്കാതെ അപേക്ഷ സമർപ്പിക്കുക. കൂടുതൽ സ്കോളർഷിപ്പ്, ഇതുപോലെയുള്ള സ്കോളർഷിപ്പിന്റെ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വരുന്ന അപ്ഡേറ്റ്സ് പെട്ടെന്ന് അറിയാൻ കഴിയും. അപ്പോൾ കൂടുതൽ സ്കോളർഷിപ്പ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.